എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ ശ്ലോകങ്ങൾ നോക്കാം. ഏകദാ ദേവയാത്രാവിധിയിലധികമാമംബികാകാനനത്തിൽ പൂകുന്നോർ യാദവന്മാരതിലൊരഹിവരൻ നന്ദനെ ചെന്നു തിന്നാൻ വേഗം തൃക്കാലുകൊണ്ടേ ഗതിയരുളിയവൻ പണ്ടു വിദ്യാധരൻ പോൽ ശോകം നീക്കിയിടവണ്ണം മനസി മധുരിപോ മംഗളം ദേഹി മഹ്യം. ഏകദാ അംബികാവനെ എന്നാണ് പറയുന്നത്. ഒരിക്കൽ ശിവരാത്രി ദിവസം അംബികാവനത്തില് ഒത്തുകൂടിയ ഗോപന്മാരും എല്ലാവരും യാദവന്മാരെല്ലാവരും കൂടി അംബികാവനത്തിൽ ശിവരാത്രി ദിവസം വ്രതം എടുത്ത് ബ്രാഹ്മണർക്കൊക്കെ ദാനങ്ങളൊക്കെ ചെയ്ത് ശ്രീ പരമേശ്വരനെയും പാർവതിയെയും ദർശിക്കാനായിട്ട് അംബികാവനത്തിൽ ഒത്തുകൂടി ശിവരാത്രി ദിവസം ഉറക്കൊഴിക്കും അങ്ങനെ കഴിച്ചു കൂട്ടിയ ആ ഒരു രാത്രിയില് എല്ലായിടത്തും കാട്ടുമൃഗങ്ങൾ വരാതെ നാലുപുറം കാടല്ലേ, അപ്പൊ കാട്ടുമൃഗങ്ങൾ വരാതെ നാലുപുറത്തും തീയിട്ടിരുന്നു. എന്നിട്ടും ഒരു സർപ്പം അവിടെ വന്നുപെട്ടു. ആ സർപ്പത്തിന് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഭക്ഷണം അന്വേഷിച്ച് അങ്ങനെ നടന്നപ്പോ അതിന് പിടി കിട്ടിയത് നന്ദന്റെ കാലിന്മേലാണ്. നന്ദന്റെ അത് വിഴുങ്ങാൻ തുടങ്ങി. അപ്പോ കാലിനിങ്ങനെ വിഴുങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോ നന്ദഗോപര് പെട്ടെന്ന് വിളിച്ച് കരഞ്ഞു, കൃഷ്ണ രാമ എന്നെ ഇതാ പാമ്പ് വിഴുങ്ങണോന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോ ഗോപന്മാര് ഈ തീക്കൊള്ളിയൊക്കെ എടുത്ത് കുത്തി, കുറെ എല്ലാരും വന്ന് തീക്കൊള്ളി കൊണ്ട് കുത്തി എന്ന് പറയുന്നുണ്ട് ഭാഗവതത്തില്. എന്നിട്ടും ഈ സർപ്പം പിടിവിട്ടില്ല എന്നാണ് പറയണത്. അപ്പൊ വേഗം കൃഷ്ണൻ ഓടി വന്നപ്പോ എന്താ, അച്ഛനെ പാമ്പ് വിഴുങ്ങണതാണ് കണ്ടത്. കൃഷ്ണൻ എന്ത് ചെയ്തു, ആ തൃക്കാല് കൊണ്ട് അവന്റെ ശിരസിലൊന്ന് സ്പർശിച്ചു എന്നാണ്. ശിരസിലൊന്ന് അങ്ങനെ സ്പർശിച്ചു കഴിഞ്ഞപ്പോ അവൻ ഒരു വിദ്യാധരന്റെ രൂപം എടുത്ത് അങ്ങനെ നല്ല ശോഭയോടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു വിദ്യാധരന് പണ്ടത്തെ രൂപം തിരിച്ചു നൽകിയ മധുരിപോ എന്നാണ്. അങ്ങനെ അവനെ അനുഗ്രഹിച്ച ഭഗവാൻ എനിക്ക് എന്റെ മനസ്സിലെ ശോകം നീക്കുന്ന പോലെയുള്ള മംഗളം എനിക്ക് തരണമേ എന്നാണ് പൂന്താനം പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ എന്റെ മനസ്സിലെ ശോകം നീങ്ങാൻ വേണ്ടി എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് ഇതില് ഒരു താല്പര്യം. വിദ്യാധരന്റെ കാര്യം പറഞ്ഞാൽ അത് സുദർശനൻ എന്ന് പേര് ആയിട്ടുള്ള ഒരു വിദ്യാധരനായിരുന്നു. പണ്ട് അങ്കിരസ് മഹർഷിയെ പരിഹസിച്ചു. വിദ്യാധരന്മാരെന്ന് പറഞ്ഞാൽ അതിയായ സൗന്ദര്യമുള്ളവരാണ് ഗന്ധർവന്മാര്, അല്ലെ? നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഗന്ധർവന്മാർക്ക് ഈ ഗന്ധർവന് അങ്കിരസ് മഹർഷി കുറച്ച് വിരൂപനാണത്രേ. അപ്പൊ ആ വൈരൂപ്യം കണ്ടപ്പോ പരിഹസിച്ചു പോലും. അപ്പോ മുനി ശപിച്ചു, സർപ്പയോനിയിൽ പോയി ജനിക്കും എന്ന് പറഞ്ഞിട്ട് ശപിച്ചു. അത് കഴിഞ്ഞ് ശാപമോക്ഷവും കൊടുത്തു. ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് അവതരിക്കുമ്പോ അദ്ദേഹത്തിന്റെ പാദസ്പർശം കിട്ടും, അപ്പോ നീ ഇതുപോലെ പണ്ടത്തെ രൂപം നിനക്ക് കിട്ടും എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അതാണ് മഹാന്മാരുടെ സ്വഭാവം എന്നും കൂടി പറയുന്നുണ്ട് ഭാഗവതത്തില്. നിന്ദിച്ചവരെയും അനുഗ്രഹിക്കുന്നവരാണ് മഹാത്മാക്കള് എന്ന് ഭാഗവതത്തില് പറയണം. അങ്ങനെയുള്ള ഈ ഭഗവാനെ എൻ്റെ മനസ്സിന്റെ ശോകം നീക്കുന്നവണ്ണം എനിക്ക് മംഗളം തരണമേ എന്നാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം. അടുത്ത ശ്ലോകം നോക്കാം. അങ്കനാജനത്തെയും പിടിച്ചുകൊണ്ടു മണ്ടിനോരു ശംഖചൂടനെ പിടിച്ചവന്റെ മൗലിരത്നവും തങ്കലാക്കി മെല്ലവേ ഹലായുധന്നു നൽകിനോരു പങ്കജാക്ഷ
നിൻ കൃപയ്ക്കു പാത്രമാക്കുകെന്നെയും. ഈ ശംഖചൂടൻ എന്ന് പറഞ്ഞിട്ട് ഒരു കംസന്റെ അല്ല, കുബേരന്റെ ഭൃത്യൻ, കുബേരഭൃത്യനാണത്രേ. ഈ കുബേരഭൃത്യൻ ഈ രാമനും കൃഷ്ണനും ഗോപികമാരും എല്ലാവരും കൂടി രാത്രിയില് രാമകൃഷ്ണന്മാര് പാട്ടുപാടുന്നു, ഗോപികമാര് അതങ്ങനെ ആസ്വദിച്ച്, കൃഷ്ണൻ ഓടക്കുഴലില് പാട്ട് പാടാൻ തുടങ്ങിയാൽ പിന്നെ എല്ലാം മറക്കും അല്ലെ, എല്ലാവരും കേൾക്കുന്നവരൊക്കെ എല്ലാം മറക്കും. അപ്പൊ അങ്ങനെ എല്ലാം മറന്നിങ്ങനെ നിൽക്കുമ്പോ ഈ ശംഖചൂടൻ വന്നിട്ട് ഈ ഗോപികമാരെ എല്ലാരെയും അപഹരിച്ചു കൊണ്ടുപോവാൻ നോക്കി. ഇവരെല്ലാരും കൂടി കൃഷ്ണനെയും രാമനെയും വിളിച്ച് കരഞ്ഞു. അപ്പോ ഇവര് വലിയ വൃക്ഷങ്ങൾ പറിച്ചെടുത്തിട്ട് ഇവര് ശംഖചൂടനെ നിഗ്രഹിച്ചു എന്നാണ് പറയണത്. എന്നിട്ട് അവന്റെ മൗലിരത്നം, ഒരു ശിരസിലൊരു രത്നം അലങ്കാര ഭൂഷണായിട്ടുണ്ടായിരുന്നു, അത് പറിച്ചെടുത്തിട്ട് അത് ബലരാമന് കൊടുത്തു കൃഷ്ണൻ എന്നാണ് പറയണത്. അത് ആ മൗലിരത്നം ബലരാമൻ ഏട്ടന് കൊടുത്തു എന്നാണ്. അങ്ങനെ ഇരിക്കുന്ന ആ പങ്കജാക്ഷ തമരക്കണ്ണ, നിന്റെ കൃപയ്ക്ക് എന്നെയും പാത്രമാക്കൂ എന്നാണ് ഇതില് ഈ ശ്ലോകത്തിൽ പറയണത്. എന്നുവെച്ചാല് എനിക്ക് നിന്റെ കൃപാകടാക്ഷം എനിക്കും ഉണ്ടാവണേ എന്നാണ് താല്പര്യം. ഇനി വേറൊരു കംസന്റെ ഭൃത്യൻ, കംസനയക്കുന്ന ഒരു ഭൃത്യനെ നിഗ്രഹിക്കുന്ന കഥയാണ് അടുത്ത ശ്ലോകത്തില് സൂചിപ്പിക്കുന്നത്. അരിഷ്ടനെന്നുള്ളൊരു ദുഷ്ടനാലുള്ള അരിഷ്ടമന്നാട്ടിനു തട്ടിയപ്പോൾ ഗരിഷ്ഠനാം നീ കൊല ചെയ്ത ശേഷം വരിഷ്ഠമായുള്ള പദം ലഭിച്ചാൻ. അരിഷ്ടൻ എന്നുള്ള പേര് ഉള്ള ഒരു കാളയുടെ രൂപത്തില് വന്നു അരിഷ്ടൻ എന്നുള്ള ഒരു കംസന്റെ ഭൃത്യനായ ഒരു അസുരൻ. ആ ദുഷ്ടനാലെ അരിഷ്ടം എന്ന് പറഞ്ഞാല് നമ്മൾ കുടിക്കണ അരിഷ്ടമല്ല, അരിഷ്ടം എന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ടുകള്, പീഡ. ആ ഒരു അസുരനാൽ പീഡകൾ ആ നാട്ടിലുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായപ്പോ ഗരിഷ്ഠനാം നീ, ഗരിഷ്ഠൻ എന്ന് പറഞ്ഞാൽ ഗുരുത്വമുള്ളവൻ, ഭാരം ഉള്ളവൻ. ഭഗവാൻ ഗുരുത്വമുള്ളവനാണ്, അത്യധികം ഗുരുത്വമുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. കൊല ചെയ്ത ശേഷം വരിഷ്ഠമായുള്ള പദം ലഭിച്ചാൻ, അവനെ നിഗ്രഹിച്ചു ഭഗവാൻ. അപ്പോ ആ അസുരന് വൈകുണ്ഠം തന്നെ, ശ്രേഷ്ഠമായ വരിഷ്ഠമായ പദം ലഭിച്ചു. ആ അസുരന് ഭഗവാന്റെ കൈകൊണ്ട് വധിക്കുന്നവർക്കൊക്കെ ആ വരിഷ്ഠമായ പദം തന്നെയാണ് കിട്ടാറ് അല്ലേ, ആർക്കും അത് നഷ്ടാവില്ല. ഭഗവാൻ വധിച്ചോ എന്നാ പിന്നെ വൈകുണ്ഠം തന്നെ അങ്ങനെ വരിഷ്ഠമായുള്ള പദം ലഭിച്ചാൻ എന്നാണ്. അങ്ങനെ അരിഷ്ടൻ എന്നുള്ള ആ ഒരു കംസഭൃത്യനെ, ആ അസുരനെ വധിച്ച കഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത ശ്ലോകം കൂടി നോക്കാം. ചാലെക്കാണായ നീലക്കുതിര വിരുതനാം കേശി നാശം വരുത്താൻ നീലക്കാർ വർണ്ണ നിന്നോടരിശമൊടു മുതിർന്നൊന്നു നേരിട്ടു പാഞ്ഞാൻ. ബാലക്കൈ വായിലാക്കിയിട്ടരിമര നിമിഷം കൊണ്ടുകൊന്നാൻ. ത്രിലോകേ മാലാകെ തീർത്തു മായാവിയെ മയസുതനെ കൊന്നതും കൈതൊഴുന്നേൻ. കംസന്റെ ഭൃത്യനായ ഒരസുരൻ നീല നിറത്തിലുള്ള ഒരു കുതിരയുടെ രൂപത്തില് ഭഗവാനെ കൊല്ലാൻ വേണ്ടി എത്തി എന്നാണ് പറയണത്. നീലക്കാർമേഘോപമനാണ് എന്നാണ്. കേശി എന്ന അസുരൻ കുതിരയുടെ വേഷത്തില് വന്നു കൃഷ്ണനെ വധിക്കാൻ. കംസൻ പറഞ്ഞയച്ചതാണ് കൃഷ്ണനെ വധിക്കാൻ.
അരിശമോടെ വട്ടം കൂട്ടി എന്ന് പറഞ്ഞ കേശി ഭഗവാനെ വധിക്കാൻ വേണ്ടി ഭഗവാനെ വധിക്കാൻ വേണ്ടി ഭഗവാന്റെ നേർക്ക് ഓടി വന്നു. അരിം എന്നാണ് ഭഗവാൻ ശത്രുവിനെ ആ ബാലക്കൈ വായിലാക്കിന്ന്. കുഞ്ഞു കയ്യ്, ഭഗവാന്റെ ആ ചെറിയ കയ്യ് ആ കേശിയുടെ വായിൽ കടത്തിയ ശേഷം അതങ്ങോട്ട് വലുതാക്കിത്രേ. അരനിമിഷം കൊണ്ട് കൊന്നാൻ എന്നാണ്. അത് ആ കയ്യ് ആ വായയുടെ ഉള്ളിൽ കടത്തിയിട്ടാണ് പിന്നെ വലുതാക്കി. അപ്പോ അത് അതിന്റെ ഉള്ളിലിരുന്ന് വീർത്ത് അങ്ങനെ വലുതായി വന്നപ്പോ അവന് ശ്വാസം മുട്ടി. വ്യോമാസുരനെ കൊന്നതും അങ്ങനെയാണ്. കേശി മായാവിയായ മയസുതൻ, മയന്റെ പുത്രനാണ്. മയന്റെ പുത്രനാണ് വ്യോമൻ. അതും കൂടി ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. മാലാകെ തീർത്ത് മായാവിയെ മയസുതനെ കൊന്നതും എന്ന്. ഗോപന്മാരെയും ഗോക്കളെയും ഗുഹയിൽ അടച്ചിട്ട് വ്യോമാസുരൻ ആ വ്യോമാസുരനെയും കൊന്നു. അങ്ങനെയുള്ള ഒക്കെ ഇരിക്കുന്ന ഈ ഭഗവാനെ അശ്വമേധം നടത്തി എന്നാണ്. ഭഗവാൻ കേശി എന്ന ഈ അസുരനെ കേശി എന്ന പേരില് വന്ന ഈ കുതിരയെ കൊന്നുകഴിഞ്ഞപ്പോ ഭഗവാന് കേശവൻ എന്നുള്ള പേരും കിട്ടി. അശ്വമേധം നടത്തി എന്നാണ്. അശ്വം കുതിരയാണല്ലോ. അപ്പം ആ അശ്വമേധം നടത്തി ഭഗവാന് പുതിയ പേരും കിട്ടി. കേശവൻ, കേശിയെ കൊന്നത് കൊണ്ട് കേശവൻ എന്നുള്ള ഒരു പേരും ഭഗവാന് ലഭിച്ചു എന്നാണ് പൂന്താനം ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം മുതല് ഭഗവാൻ മധുരാപുരിയിലേക്ക് പോകുന്നതിന് ആ ഭാഗങ്ങളാണ് അടുത്ത ശ്ലോകങ്ങൾ മുതൽ. അക്രൂരൻ വരുന്നതും മധുരാപുരിയിലേക്ക് പോകുന്നതും അങ്ങനെയുള്ള ഭാഗങ്ങളാണ്. നാരദര് വന്ന് സ്തുതിക്കുന്നത് മുതലാണ് അടുത്ത ശ്ലോകങ്ങളിൽ കാണാനുള്ളത്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.